പ്രസാദ്, പോലീസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? എവിടെയൊക്കെയാണ് പ്രധാനമായും ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്? ലക്ഷ്മി, നെന്മാറ പരിസരത്ത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡ്രോൺ ദൃശ്യങ്ങളാണ്, പോലീസ് പകർത്തിയ ഡ്രോണിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ ഈ തെരച്ചിൽ നടത്തുന്നത് ഈ കൊലപാതകം നടന്ന ഈ ബോയൻ കോളനിയുടെ സമീപത്തുള്ള പാടത്താണ്. ഇവിടെ ഈ പാടത്തിന് സമീപത്ത് ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ആ തോടിനരികിൽ വെച്ച് ഇയാളെ, പ്രതി ചെന്താമരയെ കണ്ടു എന്ന് നാട്ടുകാർ ഇന്ന് രാവിലെ പോലീസിനോട് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ഇന്ന് രാവിലെ കണ്ടു എന്നുള്ളതല്ല, ഇന്നലെ കണ്ടു എന്നതായിരുന്നു പോലീസിന് കൊടുത്തിരുന്ന, ഈ നാട്ടുകാർ കൊടുത്തിട്ടുള്ള വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധനയിൽ അത്തരമൊരു സൂചനകളൊന്നും തന്നെ ലഭിച്ചില്ല. പക്ഷേ നേരത്തെ DYSP പറയുന്നത് പോലെ ഒരു വിവരത്തെയും ഇനി അവഗണിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോകുക. മുഴുവൻ വിവരങ്ങളും പരിശോധിച്ച് അത് വിലയിരുത്തിയതിന് ശേഷമാണ്, അത് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന തരത്തിൽ ഒരു വിവരത്തിനെയും അങ്ങനെ അവഗണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് നേരത്തെ DYSP വ്യക്തമാക്കി. അതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ചെന്താമരയുടെ രൂപസാദൃശ്യമുള്ള ആളുകളെ അവിടെ കണ്ടു, പലയിടങ്ങളിലും കണ്ടു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോലീസിന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പുഴയുടെ ദൃശ്യമാണ്, അതിൻ്റെ ആകാശ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിസരങ്ങളിൽ കണ്ടു എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് നോക്കുന്ന 3 സാധ്യതകളാണ്. ഒന്ന്, ഈ വിഷക്കുപ്പി കണ്ട സാഹചര്യത്തിൽ ഇയാൾ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടാകുമോ? അങ്ങനെ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വീണ് കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് പരിശോധിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏതെങ്കിലും അതല്ലാതെ ഒരു ആത്മഹത്യാ ശ്രമത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഏതെങ്കിലും അതുകൊണ്ടാണ് മരത്തിൻ്റെ കൊമ്പുകളിലും മറ്റും പോലീസ് പരിശോധന നടത്തുന്നത്. മറ്റൊന്ന്, ഇയാൾ എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? കഴിഞ്ഞ തവണ 2019 കൊലപാതകം നടത്തിയതിന് ശേഷം എവിടെയെങ്കിലും അന്ന് ഒളിഞ്ഞിരുന്നത് പോലെ വനപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളത് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ 3 സാധ്യതകളാണ് ഈ നെന്മാറ, അതുപോലെ തന്നെ പോത്തുണ്ടി, നെല്ലിയാമ്പതിയുടെ ഈ മലയടിവാരങ്ങളിലെല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തുന്നതിൻ്റെ, ഇത്രയും വിപുലമായ ഒരു പരിശോധന നടത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഒരു സാധ്യത എന്ന് പറയുന്നത്, നെന്മാറ ടൗണിൽ വന്നതിന് ശേഷം തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ നേരത്തെ പാലക്കാട് നഗരത്തിൽ കണ്ടു അല്ലെങ്കിൽ തൃശ്ശൂരിൽ കണ്ടു, അങ്ങനെ പറയുന്ന പല വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളുടെ എല്ലാം ഓരോ വിവരം കിട്ടുമ്പോഴും അതാത് സ്റ്റേഷനുകളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുകയും അവിടെ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ വിമർശനങ്ങൾക്ക് ശേഷം ഇത് ഇനിയൊരു വീഴ്ച സംഭവിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം മുകളിൽ നിന്നും മേലുദ്യോഗസ്ഥർ പോലീസിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്രയും വിപുലമായ ഒരു തെരച്ചിൽ നടത്തുന്നത് ലക്ഷ്യം.